കേരളത്തിൻ്റെ ഉൾനാടൻ ജലഗതാഗതത്തിനായി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കനാലാണ് കനോലി കനാൽ. മലബാർ കളക്ടറായിരുന്ന കനോലി സാഹിബാണ് 1800-കളിൽ ഈ കനാൽ ഉണ്ടാക്കിയത്. നിലവിലുണ്ടായിരുന്ന ഉൾനാടൻ ജലാശയങ്ങളെ പരസ്പരം ബന്ധിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നീണ്ടുകിടക്കുന്ന ഈ ജലപാത ഒരുക്കിയത്. വാഹനങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, അവയുടെ ഇറക്കുമതിക്ക് മുമ്പ് ഇതായിരുന്നു കേരളത്തിൻ്റെ പ്രധാന ജലപാത. ഇതുവഴി സഞ്ചാരത്തിനും ചരക്കുകൾ കൈമാറ്റം ചെയ്യാനും ഉപയോഗപ്പെട്ടു. ചരക്കുകൾ തലച്ചുമടായി കൊണ്ടുപോയിരുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. അതിൻ്റെ നിദർശനമാണ് അത്താണികൾ. ഈ അത്താണികളിൽ ആണ് ഈ സാധനങ്ങൾ യാത്രക്കിടയിൽ വിശ്രമത്തിനായി വച്ചിരുന്നത്. രണ്ടത്താണി, പുത്തനത്താണി, കരിങ്കല്ലത്താണി തുടങ്ങിയ സ്ഥലനാമങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ്. ഇന്നും ചില സ്ഥലങ്ങളിൽ ഇത്തരം അത്താണികൾ കാണാം. അതിനുശേഷമാണ് കാളവണ്ടിയും കുതിരവണ്ടികളും ഉപയോഗപ്പെട്ടു തുടങ്ങി. പക്ഷേ ഇതെല്ലാം പരിമിതമായ സൗകര്യങ്ങളായിരുന്നു. അതിനുശേഷമാണ് ഈ ജലപാതകളെ ബന്ധിപ്പിക്കുന്ന ഐഡിയ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയത്. ഇംഗ്ലണ്ടിൽ അനേകം ജലപാതകളുണ്ട്. അതിൽ നിന്നുള്ള അനുഭവമാണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചത്. ഇന്ന് കനോലി കനാൽ ജലപാതയായി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പുനരുദ്ധാരണ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യതകൾ ഭാവിയിലേക്ക് വരുന്നതേയുള്ളൂ. ഉണ്ടാക്കിയപ്പോൾ രണ്ടു ഭാഗത്തുമുള്ള ആളുകൾക്ക് പരസ്പരം അങ്ങോട്ടും സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ കടത്തുവഞ്ചികൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം അപൂർവമായി ചില ചീർപ്പ് എന്ന് പറയുന്ന പല പാലങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പൊന്നാനി ഭാഗത്ത് മാറഞ്ചേരി, ഉളിയങ്കോട് പഞ്ചായത്തുകൾക്കിടയിലുള്ള അത്തരത്തിലുള്ള ഒരു ചീർപ്പ് പാലമാണ് മാറ്റിക്കൊണ്ട് എല്ലാ വാഹനങ്ങൾക്കും പോകാവുന്ന വലിയൊരു പാലം ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കനാലിനെ പാലം ഉണ്ടാക്കുന്നതിന് രണ്ട് ഭാഗത്തും ഈ കനാലിനെ താൽക്കാലികമായി തടഞ്ഞു വച്ചിരിക്കുകയാണ്. ആ കാഴ്ചയാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ അതിരാവിലെ തന്നെ പണിയെടുക്കാൻ വന്നിട്ടുണ്ട്. വർക്ക് സൈറ്റിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി CCTV സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പാലം മാറഞ്ചേരി പഞ്ചായത്തിലെ പുറങ്ങിനെയും ഉളിയങ്കോട് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്നതാണ്. ഉളിയങ്കോട് പഞ്ചായത്തിലെ ടിപ്പു സുൽത്താൻ്റെ പടയാളികൾ ക്യാമ്പ് ചെയ്ത താവളക്കുളം എന്ന സ്ഥലത്തേക്കാണ് ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ റോഡ് ചെന്നെത്തുന്നത്. ഈ കനാലിൻ്റെയും നിലമ്പൂർ തേക്ക് ഫാമിൻ്റെയും സ്ഥാപകനായ കനോലി സാഹിബിനെ പറ്റിയുള്ള വിശദമായ ഒരു വീഡിയോ തുടർന്ന് വരുന്നുണ്ട്. ഉളിയങ്കോട് ചരിത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു ഗ്രാമമാണ്. ഇവിടെയാണ് ബ്രിട്ടീഷുകാരോട് ആദ്യമായി നികുതി തരില്ല എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യസമര സേനാനിയായ ഉമർ ഖാലിയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ പോർട്ടുഗീസുകാരിൽ നിന്നും ഒരു മലബാർ സ്ത്രീയെ രക്ഷപ്പെടുത്തിയ കുഞ്ഞിമരക്കാർ എന്നവരുടെ ഖബറിടം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഹളർമൗത്തിൽ നിന്നും വന്ന സയ്യിദ് വംശജനായ തങ്ങന്മാരുടെ ഖബറിടവും ഇവിടെ കാണാം. ഇസ്ലാമിക പ്രബോധനാർത്ഥം വന്ന അവരുടെ ഖബറിടത്തിൽ നിരവധി സന്ദർശകർ വരാറുണ്ട്. കേരളത്തിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി ഉളിയങ്കോടിൻ്റെ അയൽപ്രദേശമാണ്. സാമൂതിരിയുടെ രണ്ടാം തലസ്ഥാനമായിരുന്ന പൊന്നാനിയിൽ കുഞ്ഞാലിമരക്കാരും പോർട്ടുഗീസുകാരും പല പ്രാവശ്യം ഏറ്റുമുട്ടിയിട്ടുണ്ട്. അങ്ങനെ പല ഗതകാല സ്മരണകളും തങ്ങി നിൽക്കുന്ന ഈ പ്രദേശം പുരോഗതിയുടെ പാതയിലാണെന്ന് പറയാം.